കാലിലുണ്ടാകുന്ന തരിപ്പ്, മരവിപ്പ്, വേദന ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇത് കുറയ്ക്കാൻ സഹായിക്കുന്ന, നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടമൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു 4 പോയിൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ TCMലൊക്കെ ഒരു ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റ്സാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിൻ്റാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ മുട്ടിലെ ചിരട്ട നമ്മളൊന്ന് പാൽപ്പേറ്റ് ചെയ്ത് ഒന്ന് ഫീൽ ചെയ്തെടുക്കുക ഈ രീതിയിൽ. അപ്പോൾ അതിന് മുകളിൽ നിന്നും 4 വിരലുകൾ താഴേക്ക് വെക്കുക. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗം അവിടെ തള്ളവിരൽ വെക്കുക. അവിടെ നിന്ന് നേരെ പുറത്തോട്ട് കൈ ഓടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മാംസളമായ ഫ്ലഷി ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതാണ് ആദ്യത്തെ പോയിൻ്റ്. അവിടെ നമ്മുടെ തള്ളവിരലിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ നെക്കി പിടിക്കുക. ഒരു 3 മിനിറ്റ് വരെ നെക്കി പിടിക്കാം ഒരു പ്രഷറിൽ. ഇടയ്ക്കൊന്ന് സർക്കുലറായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക തള്ളവിരൽ. അപ്പോൾ ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മളിനി കാണിക്കുന്നത്. നമ്മുടെ കാലിൽ കണങ്കാല് അല്ലെങ്കിൽ ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുന്ന ആ ജോയിൻറ്റിലൊരു അസ്ഥിയുടെ പ്രൊമിനൻ്റ് ഉണ്ട്, ഇങ്ങനെ മുഴച്ചിരിപ്പുണ്ട്. ആ അസ്ഥിയുടെ മുകളിൽ നിന്നും 4 വിരലുകൾ ഇതുപോലെ വെച്ച് അകലം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഉള്ളിലേക്ക് ഈ ഭാഗം, സെൻറ്ററിൽ നിന്നും ഉള്ളിലേക്ക് ഈ ഭാഗം, ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ഈ പോയിന്റിൽ ഒരു 3 മിനിറ്റ് നമ്മുടെ തള്ളവിരലിൻ്റെ അറ്റം കൊണ്ട് നെക്കി പിടിക്കുക. ഇടയ്ക്കൊന്ന് സർക്കുലർ മൂവ്മെൻറ്റ് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായിട്ടുള്ള പോയിന്റ് നമ്മുടെ കാൽപാദത്തിലാണ്. നമ്മുടെ തള്ളവിരലിനും ചെറുവിരലിനും ഇടയിൽ നമ്മൾ കൈ ഇതുപോലെ ഓടിച്ചു കൊണ്ടുവരിക. ഈ ഭാഗത്തെത്തുമ്പോൾ 2 അസ്ഥികൾ ജോയിൻ ചെയ്യുന്നൊരു ഭാഗം നമുക്ക് ഫീൽ ചെയ്യും. അതിന് തൊട്ട് താഴെയുള്ള ഭാഗം, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ തള്ളവിരൽ കൊണ്ട് ഈ രീതിയിൽ പ്രസ് ചെയ്തൊരു 3 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. ഇടയിൽ നമ്മൾ സർക്കുലറായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക കൈ. ഇതാണ് നാലാമത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇവിടെ ഒരു നമ്മളിങ്ങനെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ ഒരു മസിൽ പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നത് കാണാം. ആ ഭാഗത്ത് നമ്മുടെ തള്ളവിരൽ കൊണ്ട്, തള്ളവിരലിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ നെക്കി പിടിക്കുക ഒരു 3 മിനിറ്റ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇതുപോലെ ഒന്ന് സർക്കുലറായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നാലാമതായിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാത്രമേ ഇതിനെ എടുക്കാവൂ. പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ഇത് ഡയഗ്നോസ് ചെയ്യുക. പെരിഫറൽ ന്യൂറോപ്പതി ആണോ, ബേണിംഗ് ന്യൂറോപ്പതി ആണോ, ആ രീതിയിൽ ഡയഗ്നോസ് ചെയ്യുക. അതിന് വേണ്ട മരുന്നുകളും എടുക്കണം. അതിനോടൊപ്പം ഒരു സപ്പോർട്ടീവായിട്ട് ഈ പോയിന്റ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.